ഒരു കുട്ടിയുടെ അമ്മയായിട്ടും നീ ഹഗ് ചെയ്യാൻ നിന്നോന്ന്. ഞാൻ ഇവിടുന്ന് പോയപ്പോഴും കൊച്ച് ഒന്നേ ഉള്ളൂ, തിരിച്ചു വന്നപ്പോഴും കൊച്ചു എനിക്ക് ഒന്നേ ഉള്ളൂ. ഹഗ് ചെയ്തിട്ട് ഞാൻ മറ്റേ മെറ്റർണിറ്റി ലീവ് എടുത്തിട്ടല്ല വന്നത്. ഒന്നാമത്തെ കാര്യം അവരുടെ ആ ഒരു മിംഗ്ലിങ്ങും പിന്നെ ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം മെസ്സ് വന്നപ്പോൾ അതൊരു റോങ് പാത്തിലോട്ട് കയറി പോയതാണ്. അല്ലാതെ ആസ് എ പേഴ്സൺ ജാസ്മിൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ്. പുറത്ത് ഇപ്പോഴും വിഷ്ണുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ സംഭവം എഡിറ്റഡ് ആണ്. മേ ബി ഇവർ എത്രത്തോളം പുറത്തേക്ക് പോയിട്ടുണ്ട്. എനിക്കും വരുന്നുണ്ട് ഇതേപോലത്തെ കമന്റ്സ്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ലൈക്ക് ഇവരാണ് തീരുമാനിക്കുന്നത് എന്താണ് പുറത്തേക്ക് പോകേണ്ടതെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ പോസിറ്റീവായിട്ട് കയറുന്ന ആളുകൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും വരാം. അത് മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ചൂടായതും ഞാനും വിഷ്ണുവായിട്ട് അടി ഉണ്ടായതും ഒന്നപ്പോ പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല. ഈവൻ ചാനലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ഫൈറ്റ്. അവൻ കാറിലിരുന്ന് കോരം സംസാരിച്ചു, പക്ഷെ എന്റെ അകത്ത് സായി ആയിട്ട് കയറി, ഒരു പാവം മനുഷ്യനായിട്ട് കയറി. അപ്പൊ ആൾക്കാർ ചിന്തിച്ചിരുന്നത് ചെന്ന് കയറി കൊടുത്തതാണ് അവൻ. ചേച്ചി എനിക്ക് ഞാനേ പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ കൈ കിടന്നൊക്കെ എടുത്ത് അടിക്കും, ആ ഒരു പേടി മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് പോയതാ. ഇനി അതിന്റെ ഉള്ളത്തെ വൈബ് അവനെ അങ്ങനെ ആക്കി എടുത്താണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ആള് ഭയങ്കര പാവമായിട്ട് പോയി. ഇപ്പോഴാണ് ആൾക്കാർ വരുന്നത്, ഓ സീസൺ 5 നല്ലതായിരുന്നു, സീസൺ 5 ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ഇതില് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഇതില് അപ്പൊ 5 ഇരുന്നപ്പോ അവര് പറഞ്ഞു അടിയാ വേണ്ടേന്ന്, BP6 ഫുൾ അടി അയക്കുമ്പോ അവര് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പാ വേണ്ടേന്ന്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കോംബോ ഒന്നും അതിന്റെ ഉള്ളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സിറ്റിയിൽ ഇന്ന് വൈബർ ഗുഡ് ദേവു. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരു BB സീസൺ 6 എത്തി നിൽക്കുമ്പോഴും ഒരു പക്ഷെ പതിവിന് വിപരീതമായിട്ട് ഇപ്രാവശ്യം ബിഗ് ബോസ് അകത്ത് മാത്രമല്ല പുറത്തും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം യോജിക്കുന്നു? ഇത്തവണ കുറച്ച് കൂടുതൽ നടക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം നടന്നിരുന്നു, BB ഇവൻ 5 നടന്നിരുന്നു, പക്ഷെ ഇത്തവണ കുറച്ച് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ അകത്ത് ബിഗ് ബോസ് നടക്കും, പുറത്ത് ഈ ചർച്ചാ വിഷയങ്ങളും ആർമി രൂപീകരിക്കുന്നു. ഇത് എല്ലാ സീസണിലും ഭാഗമാണ്, ഓരോ വർഷം കഴിയുന്നവരും കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പുറത്തെ ബിഗ് ബോസ് വിശേഷങ്ങളിൽ കുറെ കൂടി ആധികാരികമായിട്ട് നിൽക്കുന്നത് സീസൺ 5 കണ്ടസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. പക്ഷെ എവിടേക്കും ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇപ്പോഴും? ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സീസൺ 6 എത്തി, ബിഗ് ബോസുമായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പൊ സമകാലിക വിഷയങ്ങൾ, ഒരുപക്ഷെ അഖിൽമാരാറിന്റെ പരാമർശങ്ങൾ കാര്യങ്ങൾ നടക്കുന്നു. ഈ വർഷത്തെ സീസൺ 6 വന്ന കണ്ടസ്റ്റൻസിന്റെ സംസാര വിഷയം സിബിനെ കുറിച്ച് സംസാരിക്കുന്നത്, അതിന് വക്താവുന്ന അഖിൽമാരാറാവുന്നു. അപ്പൊ ഇപ്പോഴിങ്ങനെ നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുമ്പോ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നത് സീസൺ 5 കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സീസൺ 5 കണ്ടസ്റ്റൻസ് ഇപ്പോഴും ആക്റ്റീവായിട്ട് ബിഗ് ബോസിന് പുറത്ത് ഉണ്ടോ എന്ന് ചോദിച്ചത്. ഓൾമോസ്റ്റ് 5 കണ്ടസ്റ്റൻസ് ഒക്കെ ആക്റ്റീവ് തന്നെയാണ്. ഇപ്പൊ അഖിൽമാരാറിന്റെ വിഷയമാണെങ്കിൽ അത് സംസാരിച്ചു, അത് റിലേറ്റഡ് 5 ആൾക്കാർ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു ടോക്കാണ് അവിടെ നിന്ന് ഉണ്ടായത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാന് ശോഭ, നാദിര ഓൺ ദ സ്ക്രീൻ ലൈക്ക് ന്യൂസിലോട്ടൊക്കെ ശോഭയാണ് വന്നിരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഞാനാണെങ്കിൽ അതിനെപ്പറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട വന്നു. അപ്പം ആക്റ്റീവ് തന്നെയാണ്. പക്ഷെ അഖിലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായത് കൊണ്ടാണ് അബൌട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു അതും സംസാരിച്ചത് 6 പറ്റിയിട്ടല്ല, 5 ഇതിനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 6 ആയിട്ട് കണക്ട് ആവാതെ ഇരിക്കാൻ മാക്സിമം നോക്കിയായിരുന്നു. കാരണം അതിന്റെ ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, ഈവൻ ലേഡീസ് അതിന്റെ ഉള്ളുണ്ട്. സോ അവർക്കറിയില്ല പുറത്തിറങ്ങുന്ന എന്ത് സംഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്തൊരു ടോക്കിലോട്ട് ആവേണ്ട വന്നു. ബിക്കോസ് അങ്ങനെയാണല്ലോ, പെൺകുട്ടികളുടെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോ 5 ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നു എന്നുള്ളത്. നമ്മള് എല്ലാ സീസണിലും ഇപ്പൊ സീസൺ 6 എത്തി നിൽക്കുമ്പോഴാണെങ്കിലും ഈ 5 കുറിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ സൗഹൃദം തന്നെയായിരുന്നു. പക്ഷെ അങ്ങനല്ലായിരുന്നു 4, 5 നടന്നോണ്ടിരുന്നപ്പോ പറഞ്ഞത്. ഇത്ര ഓഞ്ഞ പരിപാടി വേറെ പക്ഷെ അത് എവിടേക്കോ അത് കഴിഞ്ഞിട്ടും ആ ഒരു സൗഹൃദം അല്ലെ, ഇപ്പൊ അവിടെ എന്തൊക്കെ ഗ്രൂപ്പിസം ഉണ്ട്, ഫാബസും കാണിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനപ്പുറത്തേക്ക് ഇത് ഈ മത്സരം കഴിഞ്ഞു, ഇനി പുറത്ത് നമ്മൾ ഒരുമിച്ചാണ്. കാരണം പല ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പൊ ഹൗസ് വാമിന് ഒരാൾ ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് വരുന്നു, കാണുന്നു, ഇതൊക്കെ കാണുന്നു. അപ്പൊ ഈ ഒരു സൗഹൃദത്തിന്റെ പ്രാധാന്യമുണ്ട്. മറ്റേതെല്ലാം ആരോഗ്യകരമായിട്ട് മത്സരം എന്ന് കണ്ടുവച്ചിരുന്നിടത്താണ് സീസൺ 6 നടക്കുമ്പോൾ ഇത്തരം വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. എവിടേക്കോ ഇത്തരം പരാമർശങ്ങളും സ്റ്റേറ്റ്മെന്റും ഈ സൗഹൃദത്തിന് എവിടേക്കോ ഉലച്ചതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ BB5 അങ്ങനെ ഒരു ഹെവി ഗ്രൂപ്പിസം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഹെവി ആയിട്ടുള്ള ഗ്രൂപ്പിസം ഫീൽ ചെയ്തില്ല. പിന്നെ അവിടെ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ശരിക്കും വെള്ളം കുടിച്ചത്. കാരണം 1 ഫൈറ്റ് നടന്നാലും
ബിഫോർ നമ്മൾ ബെഡിലോട്ട് പോണതിന് മുമ്പ് തന്നെ അത് സംസാരിച്ച് ഓക്കെ ആക്കും. യെസ്, ഓഫ് കോഴ്സ് ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ വാല്യൂ കൊടുത്തിരുന്നു. അപ്പൊ കൂടുതൽ ഞാൻ ഇറങ്ങിയ സമയത്തും പറഞ്ഞിരുന്നത് ലൈക്ക് യുനോ അത് ഫ്രണ്ട്ഷിപ്പിന് പറ്റിയ സ്ഥലമല്ല, പാട്ട് പാടാൻ പറ്റിയ സ്ഥലമല്ല, സംഭവങ്ങളല്ല. വഴക്കാണെങ്കിൽ നമ്മൾ അധികം കൊണ്ട് നീട്ടിക്കൊണ്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സീസൺ 6 വൻ അടിയാണ്. ഈവൻ ഞാൻ റിവ്യൂ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും എനിക്കൊരു ഒരു ഹാർട്ട് ടച്ചിങ് മൂമെന്റ് ഒന്നും എനിക്ക് അങ്ങനെ സീസൺ 6 ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോ ഇപ്പോഴാണ് ആൾക്കാർ വരുന്നത്, സീസൺ 5 നല്ലതായിരുന്നു, സീസൺ 5 ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ഇതില് ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഇതില്. അപ്പൊ 5 ഇരുന്നപ്പോ അവര് പറഞ്ഞു അടിയാ വേണ്ടേന്ന്, BP6 ഫുൾ അടിയായി കഴിയുമ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പാ വേണ്ടേന്ന്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കോംബോ ഒന്നും അതിന്റെ ഉള്ളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് അത് ഫ്രണ്ട്ഷിപ്പിന് പറ്റിയ സ്ഥലമല്ല, ഒന്ന്. രണ്ട്, ആർഗ്യുമെന്റ്സ് അവിടെ ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷെ എനിക്ക് 6 ഫീൽ ചെയ്തത് ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. വയ്ക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറ്റാച്ച്മെന്റ് ഇൻ ദ സെൻസ് ലൈക്ക് പുറത്തിറങ്ങിയാലും കീപ്പ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഇല്ലാതെ ഗ്രഡ്ജ് വെക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തു. സീസൺ 5 ഉണ്ടായിരുന്ന ഒരാൾ നിലയ്ക്ക് എത്രത്തോളം ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്? അത് മോശമായിട്ടാണോ, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ വരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ക്ലാരിറ്റി എവിടെയൊക്കെ കുറവ്, ഏത് രീതിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത്? നമുക്ക് കമന്റ്സാ വന്നോണ്ടിരുന്നത്, നീയാണോ എന്നുള്ള കമന്റ്സ് ആയിരുന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ ഞാൻ വീഡിയോ സംസാരിച്ചത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അങ്ങനെ ഒരു ചോദ്യം ഫസ്റ്റ് ഇന്റർവ്യൂല് തൊട്ട് 3-4 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഇതിനകത്ത്. അത് കഴിഞ്ഞ് സൈക്കോളജിക്കൽ റൗണ്ടും കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി ഹോട്ടലിൽ ഒറ്റയ്ക്കാണ് സ്റ്റേ ചെയ്യുന്നത്, ഒരു ഹോട്ടലിൽ ഒരു റൂമിൽ ഒരാള്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഷോയുടെ അകത്തോട്ട് കയറില്ലായിരുന്നു. അത് എനിക്ക് കോൺഫിഡന്റ് ഉണ്ട്, എനിക്കറിയാം എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ അത് ഇത് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പറയാൻ നിൽക്കുന്ന രീതിയിൽ നിൽക്കില്ല. അപ്പൊ എനിക്കത് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്തേക്ക് ഉണ്ടായിട്ടില്ല. മറ്റു ആണെങ്കിലും എനിക്ക് തോന്നുന്നു മറ്റാൾക്കാരാണെങ്കിലും പറയുന്ന ഒരു കൂട്ടത്തിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണം അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ അന്വേഷിച്ചപ്പോഴും ആ ഒരു രീതിയിലൊരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ആ ടോക്കില് ഞാനത് കട്ട് ചെയ്യാനുള്ള കാരണം അതാണ്. നമുക്ക് ഇങ്ങനെ കമന്റ് വരുമ്പം ഇതിപ്പോ ഞാൻ എന്റെ കാര്യം എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളപ്പോ എനിക്ക് നേരെ സ്ട്രേറ്റ് സംസാരിക്കാം. കാരണം പിന്നെ 1000 കൊടുത്തിന്റെ വാ മൂടാൻ പറ്റും, മനുഷ്യന്മാരുടെ വാ മൂടാൻ നമുക്ക് പറ്റത്തില്ല. ഇതിപ്പോ നമ്മൾ എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും നീയാ അല്ലെങ്കിൽ അങ്ങനെയാ അത് വരും. അത് ഇഗ്നോർ ചെയ്യാന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ സാധനം പൊട്ടിയത് അഖിലാണ് ഈ സാധനം ഇങ്ങനെ ഒരു സംഭവം പൊട്ടിച്ചത്. ലൈക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്നുള്ളത്. പക്ഷെ ആൾക്കാരുടെ പേര് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഇൻഡീപ്പായിട്ട് ചാനൽ എന്നെ വിളിച്ച് സംസാരിച്ച് നോക്കി ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നിൽക്കേണ്ടി വരും. സോ അങ്ങനെ 5 കഴിഞ്ഞിട്ട് 6 എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ സാന്നിധ്യമാവുന്ന കൃത്യമായിട്ട് ഇതിന്റെ അപ്ഡേറ്റ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അകത്തെ കാഴ്ചകൾ പുറമേക്ക് വിശദീകരിച്ച് കുറെ കൂടി അതിന്റെ റിവ്യൂ നല്ല രീതിയിലേക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ രീതിയിൽ കാണുന്ന ഒരാൾക്ക് സീസൺ 6 എപ്രകാരമാണ് ഇത് ഇത്രത്തോളം ഈ എവിടേക്കും ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു മത്സരാർത്ഥികൾ തമ്മിലും അല്ലെങ്കിൽ ആ ഒരു ഐക്യമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മത്സരങ്ങളിൽ വാശി കയറുന്നില്ല, അത്തരം തോന്നലുകളിൽ വരുന്നുണ്ടോ? പോസിറ്റിവിറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ അർജുൻ ശ്രീതു ഒരു സൈഡിലോട്ട് പോയി, അഭിഷേക്, നന്ദന, സായി ഒരു വശത്തേക്ക് പോയി, ജാസ്മിൻ ആ പുറത്തായ കണ്ടസ്റ്റന്റ് ഒരു വഴിക്ക് പോയി. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എല്ലായിടത്തും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവരെല്ലാവർക്കും കൂടി ആയിട്ട് ഒരു നമ്മൾ ആദ്യം അതിന്റെ ഉള്ളോട്ട് കയറുമ്പോ തന്നെ കാരവൻ എന്ന് വെക്കുമ്പോ തന്നെ അത് സെറ്റാണ്, പക്ഷെ വീടായിട്ട് കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കയറ്റി വിടുക. പക്ഷെ എനിക്ക് നമ്മുടെ സീസൺ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണോ എന്തോ എനിക്ക് അവിടെ ആ ഒരു ഫീല് കിട്ടുന്നില്ല. എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു പരിധിക്ക്. പക്ഷെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് എത്തിക്സ്, കുറച്ച് ഹ്യൂമാനിറ്റി സംഭവം കാര്യങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ എല്ലാവർക്കും കൂടി ഒരു വൈബ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. ഓരോരുത്തർ ഓരോ രീതിയിൽ ഗെയിം കളിച്ചു പോകുന്നുണ്ടെങ്കിലും എൻഡിൽ നോക്കുമ്പോൾ എനിക്ക് കുറെ മിസ്മാച്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ സിബിന്റെ കാര്യമാണെങ്കിലും ജാസ്മിന്റെ കാര്യമാണെങ്കിലും പിന്നെ മറ്റേ വേറെ ആരാ ഉണ്ടായിരുന്നേ, അങ്ങനെ നോക്കുമ്പോ എനിക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു റിവ്യൂ ചെയ്യുന്നത് ബിഗ് ബോസിന്റെയാണ്, സീസൺ 6 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന അതിലെ കണ്ടസ്റ്റൻസിനെ കുറച്ചുകൂടി പ്രേക്ഷകർ കാണുമ്പോൾ ഈ നിഷ്പക്ഷത ആവശ്യമാണ് അല്ലെ? കാരണം എല്ലാ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരേപോലെ കണ്ട് എവിടേക്കെങ്കിലും ഒരു ഭാഗം നിൽക്കുകയോ എല്ലാം തുല്യരായി കണ്ട് എന്താ അവർ ചെയ്യുന്നു അതിനനുസരിച്ച് സംസാരിക്കുക, അതായിരിക്കും എപ്പോഴും ഒരു റിവ്യൂല് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എവിടേക്കോ ദയവ് ചെയ്യുന്ന റിവ്യൂല് ഏകപക്ഷമായി പോവുകയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ മോശമായി ചിത്രീകരിക്കുന്നു, അങ്ങനെ സ്വയമേ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ?
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാന് നോർമലി ഈ പറഞ്ഞ മാതിരി ഇപ്പോ ഒരു വ്യക്തി ഒരു കണ്ടസ്റ്റന്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ കണ്ടസ്റ്റന്റിന്റെ ഗെയിം എങ്ങനെ കളിക്കുന്നു, ഗെയിം വിട്ടു പോകുന്ന എങ്ങനെ, ക്യാരക്ടർ, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഉദാഹരണത്തിന് ജാസ്മിന്റെ ഒരു നെഗറ്റീവ് പറഞ്ഞു, നാളെ ജാസ്മിൻ പോസിറ്റീവ് ചെയ്ത് ഞാനത് പറയും. അപ്പോ പീപ്പിൾ വിൽ തിങ്ക് ലൈക്ക് ഇന്നലെ ജാസ്മിനെ താത്തി പറഞ്ഞു, ഇന്ന് ജാസ്മിനെ പൊക്കി പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു 10 പേര് കളിക്കുന്ന ഒരു ഗെയിം, 10 ആൾക്കാർ നിൽക്കുന്ന ഇതില് നമുക്ക് ഒരാളെ മാത്രം, എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരാളെ മാത്രം എപ്പോഴും പൊക്കി പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ മൊത്തം ആൾക്കാരെ എന്ന് വെച്ചാൽ ഞാൻ ലൈവ് കാണുമ്പോൾ ആ ലൈവിൽ നടക്കുന്ന ആ ലൈവിൽ ആ ഇതിൽ ആരൊക്കെ ഉണ്ട് അത് കണക്ട് ചെയ്തിട്ട് സംസാരിക്കാം. എപ്പോഴൊക്കെയോ ഇത്രയും പരാമർശങ്ങൾ വരുമ്പോ ഒരാളുടെ ആ ഒരു പേര് അതിന് പകരം ഇപ്പൊ ട്രോളുകളിലൂടെയും മറ്റ് സൈബർ അറ്റാക്കുകളിലൂടെയൊക്കെ നമ്മൾ പല രീതിയിലും കമന്റ്സ് വരും അല്ലെ. ശരിക്കും നമുക്ക് ഇത് കാണുന്നത് ഏറ്റവും മോശകരമായിട്ട് തന്നെ നമ്മൾ ബാധിക്കുന്നത് അല്ലെ. ഒരു പക്ഷേ 5 നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അത്രയും കമന്റുകൾ കുറെ കണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ്. 5 നല്ലത് തുടങ്ങിയപ്പോഴേ മുമ്പായിട്ട്. എങ്ങനെ ഈ സൈബർ അറ്റാക്ക് എങ്ങനെയാ കാണുന്നത്? ഐ മീൻ ഇത്രയും കമന്റ്സുകൾ വായിക്കുന്നത് ഏത് രീതിയിലേക്ക് ദൈവം എടുക്കാറുള്ളത്? ശരിക്കും ഏത് രീതിക്കാ? ആദ്യമൊക്കെ വൻ ഷോക്കായിരുന്നു, നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഒരു സംഭവം 30 സെക്കൻഡ്സിന്റെ ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ അവസ്ഥയൊന്നും അല്ല. കാരണം നമ്മളിത് പ്രിപ്പയർ ചെയ്ത് ചെയ്യണ്ടേ. അപ്പോ കഷ്ടകാലത്തിന് ഒരു പോസിറ്റീവ് കമന്റ് ആദ്യം കണ്ടില്ല, ആദ്യം നെഗറ്റീവേ കാണുള്ളൂ. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ട്രോളായി, പിന്നെ യൂസ്ഡ് ആയി അതായിട്ട്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ പേജ് നമ്മൾ മാത്രമല്ല ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പോ ലൈക്ക് ചില സമയത്ത് അന്തം ഫാൻസ് വന്നിട്ട് സംസാരിക്കുന്ന രീതിയിലുണ്ട്. ചിലപ്പോ വീടിന്റെ അകത്തോട്ട് കയറി വന്ന കമന്റ് ഒക്കെ വരാറുണ്ട്. നമ്മളപ്പോ അതിന് റിപ്ലൈ കൊടുത്ത് ഒഴിവാക്കി വിടുക. കാരണം ഇതിപ്പോ ഈ ഫാൻ ഫൈറ്റ്, ആർമി, PR വർക്ക്, ഇപ്പൊ ഒരാളെ പറയുമ്പോ ഒരാളെ ഇഷ്ടാവില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ജിൻഡോന്റെയും ജാസ്മിന്റെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ എനിക്ക് നോക്കണ്ടേ വന്നില്ല, കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. അപ്പോ ഫാൻസ് തമ്മിൽ അടി. അപ്പൊ അതാണ് എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ആയിരുന്നു. അപ്പോ പിന്നെ യൂട്യൂബ് അറിയാലോ, ഓൾമോസ്റ്റ് ഫേക്ക് അക്കൗണ്ട്സ് ആയിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബെറ്റർ വീഡിയോ ഇട്ടിട്ട് പോവാന്നല്ലാതെ കമന്റ്സ് നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കോസ് സോഷ്യൽ മീഡിയ. ശരിക്കും അപ്പൊ അത്തരത്തിലൊരു സൈബർ അറ്റാക്കിന്റെ ആ ഒരു മോശം കമന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പദപ്രയോഗങ്ങളുടെ ഏറ്റവും മോശം വേർഷൻ കണ്ടിട്ടുള്ള ഒരാളല്ലേ. പക്ഷെ അങ്ങനെ കണ്ടിട്ട് ഉള്ള ഒരാൾ, എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ തന്നെ റിവ്യൂ പറയുമ്പോൾ ഇപ്പൊ ജാസ്മിന്റെ പകരം പദമായിട്ട് എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും പേര് വിളിക്കാതെ മുല്ല എന്നുള്ള പദപ്രയോഗമൊക്കെ കണ്ടിട്ട് പലപ്പോഴും. ശരിക്കും ഇത് ശരിക്കും ഒരു മോശം കാര്യമായിട്ട് തോന്നുന്നില്ലേ? ഇപ്പൊ ശരിക്കും ഒരു പേര് വിളിക്കാതെ ആ ഒരു പരാമർശം, ഒരു പക്ഷേ ട്രോളുകളിലും ഇത്ര മോശം കമന്റുകളായി ചിത്രീകരിക്കുന്ന ഒരു വാക്ക് ആളെ പറ്റി പറയുന്നു, മറ്റുള്ളവരൊക്കെ പേര് പറയുന്നു. ശരിക്കും ആ രീതിയിലേക്ക് എങ്ങനെ നോക്കി കാണുന്നു? ശരിക്കും അത് ഒരു മോശം പരാമർശമല്ലേ അത്? ജാസ്മിന്റെ മലയാളം വേർഡ് മുല്ല എന്നാണല്ലോ, നമ്മളങ്ങനെ മലയാളീകരിച്ച് പറഞ്ഞതാണോ? അതെ. സി ഡ്യൂഡ്, ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് അരി വാങ്ങിക്കാനാ, മനസ്സിലായോ? അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ, ഇപ്പോ ഗബ്രി ഒരു സമയത്ത് ജബ്രി ആയിരുന്നു, ജാസ്മിൻ ഗബ്രി കോംബോ ആയിരുന്നു, പിന്നെ ജാസ്മിൻ മുല്ലയായി. അവിടെ വേറൊരു അനാവശ്യമായ വാക്ക് വരുന്നില്ല. ഇപ്പോ ആ ഒരു ലൈക്ക് നമ്മളിങ്ങനെ പിന്നെ നമ്മള് എന്റെ വീഡിയോ മാത്രമല്ല മറ്റു വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, റീൽസ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ മൈൻഡിൽ വെച്ച് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് പെട്ടെന്ന് ആ ഒരു രീതിയിലേക്ക് വരുന്നതാ. അല്ലാതെ അതൊരു ബോധപൂർവമല്ല. ശരിക്കും ബോധപൂർവമാണ്, വിളിക്കുന്നതാണ്. ശരിക്കും അതൊരു മോശം കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ആ സംസാരിച്ചു പോണേന്റെ ആ രീതിയിൽ അങ്ങ് പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകുന്നതാ. ബട്ട് ഐ നോ ഞാൻ അതാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം, അത് സ്ലിപ്പ് ഓഫ് ദ ടങ് ഒന്നല്ല. അതെ. അപ്പൊ അങ്ങനെ വിളിക്കുന്നതിൽ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത്രയും മോശം കമന്റ്സ് താങ്കൾക്ക് തെറ്റായിട്ട് തോന്നിയോ? കാരണം ട്രോളുകൾ നമ്മൾ കാണുന്ന പേരുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ പരാമർശിച്ച് എപ്പോഴും ഈ കളിയാക്കൽ വാക്കുകളിലാണ് എപ്പോഴും കാണാറുള്ളത്. പക്ഷെ മറ്റു കണ്ടസ്റ്റന്റ്സിനെ അങ്ങനെ അത്തരത്തിൽ പേരുകൾ മാറ്റി വിളിക്കാതെ വിളിക്കാൻ പറ്റുമോ? വേറെ പേരുകൾ വിളിപ്പേരുകൾ വിളിക്കാൻ പറ്റില്ലേ? എനിക്ക് അഭിഷേകിന്റെ വേറെ വിളിപ്പേര് അറിയില്ല. ഇല്ല, ജാസ്മിന് മുല്ലാന്നൊരു വിളിപ്പേരില്ലല്ലോ. വൈ? ബിക്കോസ് ആ ഇപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി ട്രോൾ ത്രൂ ഒക്കെ പേര് വന്നല്ലോ. ആ മോശം വാക്ക് ഉപയോഗിക്കുന്നത് നല്ല രീതിക്ക് മുല്ല എന്നുള്ളത് മോശം വാക്കാണ്. ഒരാളുടെ പേരിന് പകരം വിളിക്കുന്നത് ട്രോളുകൾ വരുമ്പോ മോശം വാക്കല്ല. തങ്കപ്പൻ തങ്കു എന്ന് വിളിക്കണില്ലേ, തെറ്റാണോ? ശരിക്കും ജാസ്മിനെ മുല്ല എന്നുള്ളത് രീതിയിലേക്ക് നല്ല രീതിയിലേക്കാണ് വിളിച്ചിരുന്നു എന്നാണോ ദൈവന് തോന്നുന്നത്? ഞാൻ നല്ല രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഞാനല്ലാതെ ഒരു ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ ആക്ടിനെ പറയാന്നല്ലാതെ പേഴ്സണലൈസ് ചെയ്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ റോഹൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ആക്ടിനെ സംസാരിക്കുള്ളൂ. താൻ അങ്ങനെയാ, താൻ പണ്ടേ അങ്ങനെയാ, താൻ അങ്ങനെ ചെയ്യുള്ളൂ, ഐ ഡോണ്ട് വോണ്ട് ടു ബ്ലെയിം യു, ഞാൻ ആക്ടേ പറയുള്ളൂ. അപ്പോൾ ജാസ്മിനെ മുല്ല എന്നുള്ള ഒരു വാക്ക് ആ ഒരു എന്താ പറയാ, ഒരു ലൈക്ക് ഒരു നെഗറ്റീവ് ഇതിൽ ഞാൻ പറഞ്ഞതല്ല, ആ ഒരു ഇതിൽ അങ്ങ് സംസാരിച്ചു.
അത്തരം കോംബോകൾ നമ്മൾ കണ്ടു. ഇപ്പൊ ജാസ്മിൻ ഗബ്രി ആയിരുന്നു എന്നുള്ള രീതിയിലേക്ക് പല സീസണിലും കണ്ടിട്ടുണ്ട്. ഈ ശരിക്കും ഐ മീൻ കോംബോ രീതിയിലേക്ക് ഒരുമിച്ച് കളിക്കുന്നത്, അത്തരത്തിൽ വരുന്ന സാധനം ഒരു സ്ട്രാറ്റജി ഇതില് പലപ്പോഴും ഈ സീസണിലെ മറ്റു സീസണിൽ അപേക്ഷിച്ച് ഈ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ടോ? ഇവരുടെ ഒരു കോംബോ അവനവൻ നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പറ്റാത്തത് ഉണ്ട് ഉണ്ട് ആണ്. എന്തുകൊണ്ടാ തോന്നുന്നത്? ഐ മീൻ അല്ല, എന്തുകൊണ്ടാ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ലൈക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഒരു അത്യാവശ്യം നല്ലൊരു ഫേമസ് സംഭവം തന്നെയാണ്. അത് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് അല്ല, ബട്ട് എഡിറ്റഡ് ആണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത്, ഞാൻ വന്ന് വഴക്കുണ്ടാക്കുന്നു, ഞാനായിരിക്കും ആദ്യം വന്ന് വഴക്കുണ്ടായിട്ടുണ്ടാവുക, പക്ഷെ സംഭവം പുറത്തു പോകുന്നത് റോഹൻ എന്നോട് വഴക്കുണ്ടാക്കുന്ന പോലെ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ കേട്ടിരുന്നോ? നിങ്ങളുടെ കമന്റിൽ മുഴുവനും BB7 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ മേ ബി ഞാൻ തന്നെ അതിനകത്ത് ഗസ്റ്റ് ആയിട്ട് കയറി വരേണ്ട വരും. അപ്പോ എന്തായിരുന്നു ചോദിച്ചു വന്നത്? മറന്നു. സോ അത്തരം കോംബോകൾ ഒരുമിച്ച് ഗെയിം ചെയ്യുന്ന സമയത്ത് ആ ഒരു ദോഷം ഇവർക്ക് സംഭവിച്ചത് ഏത് രീതിയിലാണ് തോന്നുന്നത്? ഇത് വിഷയം പറ്റിയത് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു, ഞാൻ ദിയോ പറഞ്ഞ മാതിരി എഗ്രിമെന്റ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കാവുന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം, ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ കളിക്കാം, ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ കളിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു മിംഗ്ലിങ്ങും പിന്നെ ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം മെസ്സ് വന്നപ്പോൾ അതൊരു റോങ് പാത്തിലോട്ട് കയറി പോയതാണ്. അല്ലാതെ ആസ് എ പേഴ്സൺ ജാസ്മിൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ്. കാരണം ഇപ്പോഴും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ടാസ്കിലാണെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ആക്ട് വന്നിട്ട് ഈവൻ ഇപ്പോ അവർ പറയുന്നുണ്ട് ക്ലാരിറ്റി ഇല്ലായ്മയാണ്, ക്ലാരിറ്റി. ഐ എം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. ആ ഒരു സംഭവങ്ങൾ വന്നപ്പോൾ അത് നല്ല രീതിയിൽ ഉൾട്ടടിച്ചു എന്നുള്ള കാര്യത്തില് ഈ ചോദ്യം ചോദിച്ച റോഹൻ തന്നെ അറിയാം. അത് ഒരാളിന് അവിടെ നിൽക്കുന്നു ഇപ്പോഴും, മറ്റൊരാൾ ഇതേപോലെ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നതിന് മുമ്പേ പോയ ഒരാളാണ് അല്ലെ? ശരിക്കും എവിക്റ്റ് ആയി പോയി. ശരിക്കും ആ ഒരു എവിക്ഷൻ അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഒരു റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക്? ഗബ്രി നന്നായിട്ട് കളിക്കുമായിരുന്നു, ഗെയിം കളിക്കുമായിരുന്നു. പക്ഷെ ഗബ്രി അതിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോപ്പുലർ ആയാൽ മതി, പിന്നെ സ്ലോലി പോസിറ്റീവ് ആയിട്ട് അങ്ങ് കയറി വരാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാനുള്ള നല്ല ടാലന്റ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ കോംബോയിലാണെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടാണ് പുറത്ത് ഇത്രയും വലിയൊരു ബിഗ് ബോസ് ഇവിടെ പുറത്തുണ്ടാവാൻ കാരണം. ഇവരുടെ അകത്തുള്ള ഈ കോംബോയും ഈ ടോക്കും കാര്യങ്ങളും അതിന്റെ ഇടയിൽ കൂടെ വേറെ, ഞാൻ മറ്റു പേരുകൾ പറയുന്നില്ല, അവരുടെ വീഡിയോസ് പുറത്തു വരലും അവർ സംസാരിക്കുന്നവരണം പാരന്റ്സ് ഇടപെടേണ്ട വന്നതൊക്കെ കൂടി ആയിട്ടാണ് ബിഗ് ബോസിൽ കയറാതെ തന്നെ പുറത്തേക്കുന്ന പല ആൾക്കാരും ബിഗ് ബോസിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ അവരുടെയൊക്കെ പേര് നമ്മൾ പറയേണ്ട അവസ്ഥയിൽ വന്നത്. ഇപ്പൊ കോംബോ കുറച്ച് റോങ് പാത്തായി പോയി. പിന്നെ കുറച്ച് എന്താ പറയാ, ടോക്സ് അവിടെ ഇവിടെ ഒക്കെ കട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് സത്യങ്ങൾ പുറത്തുനിന്ന് പൊന്തി വന്നു. അങ്ങനെ മൊത്തം മെസ്സായി വന്നു. ഈ ആളുകൾ പുറമെ നിന്ന് എങ്ങനെ കാണുന്നു, സൊസൈറ്റി ഇത് ഏത് രീതിക്ക് എടുക്കുന്നു എന്നുള്ളത്, അവരുടെ സമീപനവും സംസാരവും പെരുമാറ്റവും, ഇത് ഒരു വിഷയമാണോ പുറമെന്ന് നോക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ? സൊസൈറ്റി എങ്ങനെ വേണമെങ്കിലും നോക്കാം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ഉള്ള കാര്യം തുറന്നു പറയാൻ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ, ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാള് അകത്ത് പോയിട്ട് ഒരു ഇതില് സംസാരിക്കുമ്പോൾ മേ ബി ഇതിലിപ്പോ ചില ആൾക്കാർക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ, ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ ഇപ്പൊ ആ ഒരു വ്യക്തിയെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് കംഫർട്ട് തോന്നിയത്, അതിന്റെ ഉള്ളില് തലയിൽ കൂടെ പുക പോണ അവസ്ഥയാണ്. ഭയങ്കര പ്രഷറായിരിക്കും, നമുക്ക് ഫുഡ് കുറവായിരിക്കും, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അടുത്ത് കാണാൻ പറ്റില്ല, അപ്പോ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഷോൾഡർ കിട്ടുന്ന വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ദർ ഈസ് എ യുനോ, അത് അവരോടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അതിനകത്ത് ഒരു ഇതും പറയുന്നില്ല. ഫ്രണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടാണെന്ന് ചോദിക്കുന്നില്ല, ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആണ്. അതിന്റെ ഇടയിൽ ജാസ്മിൻ പൊട്ടിത്തെറിച്ച് കരഞ്ഞ് പറയുകയും ചെയ്തു കമ്മിറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ പുറത്ത് സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ അകത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ അതൊക്കെ കൂടി കണക്ട് ചെയ്തിട്ടാണ് സീസൺ 6 ഇപ്പം ഹൈലി ജാസ്മിൻ അല്ലേ കൊണ്ട് കിടക്കുന്നത്. ഷീ ഈസ് ലീഡിങ്. ഈ എപ്പോഴും നമുക്കൊരു ഷോൾഡർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രഷർ ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്ടഡ് ആണ് അല്ലെ? ഇത് ഏത് ലെവൽ പോവും, എങ്ങനെയൊക്കെ തരും, എപ്പോൾ തരും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതേ രീതിയിൽ മാറും. അങ്ങനെ ഇപ്പൊ തുടക്കത്തിൽ സീസൺ 5 വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയും അല്ലെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ദേവു. പിന്നീട് അത് മാറിയിട്ടുണ്ട്, സൗഹൃദങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒപ്പം കൂട്ടിച്ചേർക്ക് പേരായിരുന്നു വിഷ്ണു എന്നുള്ളത്. എവിടേക്ക് ഈ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രഷറിലെ ഒരു ഹെൽപ്പ്, ഒരു ഷോൾഡറായി മാറിയിരുന്നു ശരിക്കും വിഷ്ണു സീസൺ 5 ആക്ച്വലി ഞാൻ പൊതുവെ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കാത്ത കൂട്ടത്തില്ല. ഇങ്ങോട്ട് വഴക്കുണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പോ അതിന്റെ അകത്ത് ഞാൻ ഭയങ്കര പാവായിട്ട് തന്നെ കയറി ചെന്നത്. പക്ഷെ ഫസ്റ്റ് ഡേ ഒരു വഴക്കുണ്ടായി. അതെ, അത് ഉണ്ടാക്കരുതെന്ന് ഞാൻ വിചാരിച്ചതാ. കാരണം എന്നോട് എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് ഡേ വഴക്കുണ്ടാക്കരുത്, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ മതി എന്നുള്ള രീതിയിൽ ഇരുന്നതാ. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി എന്റെ കയ്യിൽ നിന്ന് പോയി.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ എന്നൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി ഞാനും വിഷ്ണുവായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ, കാരണം എന്നെക്കാൾ ഇളയതാണ്. ഈവൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് പുറത്ത് ഇപ്പോഴും വിഷ്ണുവായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ സംഭവം എഡിറ്റഡ് ആണ്. മേ ബി ഇവർ എത്രത്തോളം പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം എനിക്ക് അവിടെ ക്ലാഷ് ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനായിട്ട് ഫ്രണ്ട്ഷിപ്പ് താല്പര്യമില്ലെന്ന് ആൾ എന്നോട് സ്ട്രേറ്റ് പറഞ്ഞില്ല. മനീഷ് ചേച്ചിയോടും ശ്രുതിയോടൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെ ദൈവമായിട്ട് ഫ്രണ്ട്ഷിപ്പ് താല്പര്യമില്ല. അത് ഇല്ല, ഗെയിമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ഞാൻ പുറകെ നടക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറായി. അപ്പൊ ഇത് വന്ന് എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പം എനിക്കത് ഓപ്പണിൽ പോയി ചോദിക്കാനും പറ്റില്ലല്ലോ. അപ്പം എന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, എന്റെ ഇപ്പുറത്ത് വേറെ പറയുന്നുണ്ട്, കൺഫെഷൻ റൂമിൽ വെച്ച് വേറെ സംസാരിക്കുകയും ചെയ്തു. അപ്പം എനിക്ക് സ്ട്രെയിറ്റ് പറയുന്നതാ കൂടുതൽ താല്പര്യം. എനിക്ക് വേറെ ആൾക്കാർ ത്രൂ വളഞ്ഞ് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹോം സിക്നെസ് ഉള്ള ഒരാളാണ്. അപ്പോ അതും പിന്നെ വഴക്കും ഇങ്ങനെ അപ്പൊ അവര് ലൈക്ക് യുനോ കളിക്കാൻ വന്നതല്ലേ, എന്നിലേക്ക് ബ്ലെയിമിങ് വരുന്ന പോലത്തെ ഒരു അവസ്ഥയും. സോ അപ്പൊ പിന്നെ 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 ദേഷ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് കുറെ പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ക്യാപ്റ്റൻസി സമയത്തൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് വന്നോന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഇവിടെ ജാസ്മിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഇത് ഇത്രത്തോളം വിഷയം ഉണ്ടാവാൻ കാരണം ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ആയിരുന്നു എന്നുള്ളത്, അല്ലെ? അതല്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം രൂക്ഷമായിട്ട് വരികയോ ഈ രീതിയിലേക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയോ ചെയ്യില്ല. സീസൺ 5 നോക്കുകയാണെങ്കിൽ ഇപ്പൊ ദേവുവിന്റെ കാര്യത്തില് ദേവു എന്നുള്ളത് ഒരു കൊച്ചിന് അമ്മയാണെന്നുള്ളത് വിഷ്ണു ആയിട്ടുള്ള വിഷയത്തില് ഇത്രത്തോളം രൂക്ഷമാക്കാനുള്ള ഒരു കാരണമായിരുന്നു. അത് എന്റെ അടുത്ത് പലരും ചോദിച്ചു, ഒരു കുട്ടിയുടെ അമ്മയായിട്ടും നീ ഹഗ് ചെയ്യാൻ നിന്നോന്ന്. ഞാൻ ഇവിടുന്ന് പോയപ്പോഴും കൊച്ച് ഒന്നേ ഉള്ളൂ, തിരിച്ചു വന്നപ്പോഴും കൊച്ച് എനിക്ക് ഒന്നേ ഉള്ളൂ. ഹഗ് ചെയ്തിട്ട് ഞാൻ മറ്റേ മെറ്റർണിറ്റി ലീവ് എടുത്തിട്ടല്ല വന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരോട് ക്ലോസ് ആയിട്ട് സംസാരിക്കാറുണ്ട്, ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യാറുണ്ട്, ഞാൻ ഹഗ് ചെയ്യാറുണ്ട്. സോ ഹഗ് വലിയൊരു വിപ്ലവമായിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് അതിനകത്ത് വലിയൊരു ഓക്വേർഡ് ഫീൽ തോന്നില്ല. പ്രത്യേകിച്ച് 2024 നമ്മൾ യുനോ ബോയ് ഗേൾ എന്നുള്ളൊരു ഡിഫറൻസ് പോലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് ബോയ് ആണ്, അവൻ്റെ തോളത്ത് കൈയിട്ടിടിക്കാൻ എനിക്ക് പെർമിഷൻ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയം ഞാൻ കമ്മിറ്റഡ് ആണ്. പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും ഞാൻ അകത്ത് കയറിയിട്ട് വിഷ്ണുവിനെ ഹഗ് ചെയ്താൽ വിഷ്ണുവിൻ്റെയും എൻ്റെയും ഇന്റൻഷൻ പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നാട്ടുകാർക്ക് എന്തെത്ര തരണം? അത് മറിച്ച് ഞാൻ അവിടെ പോയിട്ട് രാത്രി 12 മണിക്ക് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, നീ ഇല്ലാതെ പറ്റില്ല എന്ന് എനിക്ക് പറയുന്നു, ഗബ്രി എനിക്ക് നിന്നെ ഇഷ്ടമെന്നുള്ള രീതിയിൽ ജാസ്മിൻ സംസാരിച്ച പോലെ ഞാൻ സംസാരിച്ചാൽ അത് തെറ്റാന്ന് ഞാൻ പറയും. വാക്കുകളും ചില പ്രവർത്തികള് നമുക്ക് ന്യായീകരിക്കാൻ ഇങ്ങനെ നമ്മൾ രണ്ടുപേര് തമ്മിലുള്ള അത്രയും പ്യൂർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, അപ്പൊ അവർ രണ്ടുപേര് തമ്മിൽ അത്തരത്തിലും വേറെ രീതിയിലേക്ക് ഉദ്ദേശശുദ്ധിയിലല്ല അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അല്ല എന്നെങ്കിൽ അതിനെ തെറ്റില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. ഇപ്പൊ ശരിക്കും ഇപ്പൊ ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിലാണെങ്കിലും ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എന്താണ് വിഷയം? ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ, കാരണം ആ ട്രൂ ഫ്രണ്ട്ഷിപ്പിൽ നട്ടപ്പായക്ക് 12 മണിക്ക് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള എന്ത് കാണുന്നു എന്നുള്ള അത്രയും പ്യൂറായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഓഡിയൻസിന് എന്താ മനസ്സിലാവാതെ പോയെ? കാരണം ആ സമയത്ത് കംപ്ലീറ്റ് കമന്റിൽ വന്നൊരു കാര്യം കൂടിയായിരുന്നു, അത് എടുത്ത് ചോദിച്ചായിരുന്നു. ദൈവം എന്നുള്ള രീതിയിലേക്കായാലും ഹഗ് വേണം അല്ലെങ്കിൽ ഹഗ് എത്രത്തോളം വേണം ചോദിച്ചു അത് മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ചൂടായതും ഞാനും വിഷ്ണുവായിട്ട് അടി ഉണ്ടായതും ഒന്നും ഇപ്പൊ പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല. ഈവൻ ഏഷ്യാനെറ്റിന്റെ ആ ഒരു ചാനലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ഫൈറ്റ്. ഈവൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം പോലും ഞാൻ ഇവന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, നീ അല്ലേ പറഞ്ഞ ക്യാപ്റ്റൻ ആവില്ല, അവിടെ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അത് എന്റെ വിഷയമല്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ എഡിറ്റഡ് ആണെന്നുള്ളത്. ഇപ്പൊ ജാസ്മിൻ ഗബ്രിയുടെ കേസ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദ്യം നിങ്ങൾ തമ്മിലുള്ള ഇന്റർവ്യൂവിൽ തന്നെ അല്ലെങ്കിൽ പുറത്ത് ഒന്നാമത് ഞാൻ ഉദാഹരണത്തിന് ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ്, അകത്ത് പോയിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ നിൽക്കുള്ളൂ. കാരണം എനിക്ക് ഓൾറെഡി എൻ്റെ ഒരു ചെക്കനുണ്ട്, ഐ ക്യാൻ ഷെയർ മൈ ഇമോഷൻസ് വിത്ത് ഹിം. അത് ഹഗ്ഗാണെങ്കിലും ഉമ്മയാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ എന്താണ്, അത്രയും ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ പുറത്ത് കീപ്പ് ചെയ്യണമെങ്കിൽ ഒരിക്കലും അകത്ത് പോയിട്ട് മറ്റൊരാളായിട്ട് ഇത്രയും ക്ലോസ് ആവാൻ പറ്റില്ല. അത് എത്ര ഹെക്ടിക് പ്രഷർ ആണെങ്കിൽ പോലും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ആൻഡ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളെ കെട്ടിപ്പിടിച്ചാൽ എന്താണ് വിഷയം? ഒരു വിഷയവുമില്ല. കെട്ടിപ്പിടിക്കേണ്ട പോലെ കെട്ടിപ്പിടിച്ച എന്താ വ്യത്യാസം? എന്താ ഉദ്ദേശിക്കുന്നത് ഈ കെട്ടിപ്പിടിക്കേണ്ട പോലെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത്? എന്താ മനസ്സിലായി? ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നാണോ? ഈ ഹഗ്ഗിന് ചില എത്തിക്സ് ഉണ്ട്. കാരണം ഷോൾഡർ ടു ഷോൾഡർ ഹഗ്ഗ് പോവും, ഇങ്ങനത്തെ ഹഗ്ഗും പോവും, നോർമൽ ഫുൾ ക്ലോസ് ഹഗ്ഗും പോവും. പക്ഷെ എന്നാൽ പോലും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും ഹഗ്ഗിലും ഫിംഗർ ക്രോസിങ്ങിലും ഇരിക്കലും സംസാരിക്കലൊക്കെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി പ്രേക്ഷകനെ ആ രീതിയിലേക്ക് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ സീസൺ 5 നിങ്ങളുടെ കാര്യത്തിലും സീസൺ 6 ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിലും
പ്രേക്ഷകന്റെ വീക്ഷണം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല എന്നാണ്. അതെ, അതെന്താന്ന് വെച്ചാൽ ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നു. ഞാനും വിഷ്ണുവായിട്ട് ആദ്യം ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അധികം സംസാരിച്ചിട്ട് തന്നെയില്ല വിഷ്ണുവിനോട്. വളരെ കുറവായിരുന്നു. ഈവൻ എൻ്റെ അടുത്ത് സംസാരിക്കും വരുമ്പോഴും സംസാരം ഉണ്ടായിരുന്നില്ല. തിരിച്ച് അങ്ങോട്ടാണെങ്കിലും ഫൈറ്റ് ആയിരുന്നു. അപ്പം കുറച്ച് ആകെ 36 ഡേയ്സേ നിന്നിട്ടുള്ളൂ. അപ്പോ അത് എനിക്ക് ഇപ്പോഴും ശരിക്കും ഈവൻ എനിക്കും വരുന്നുണ്ട് ഇതേപോലത്തെ കമന്റ്സ്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ലൈക്ക് ഇവരാണ് തീരുമാനിക്കുന്നത് എന്താണ് പുറത്തേക്ക് പോകേണ്ടതെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ പോസിറ്റീവായിട്ട് കയറുന്ന ആളുകൾ ഇപ്പൊ നെഗറ്റീവായിട്ടായിരിക്കും വരിക. നെഗറ്റീവായിട്ട് കാരണം അവരാണ് തീരുമാനിക്കുന്നത് ആരെ സൂം ചെയ്യണം, ആരെ ലോ ആക്കണം എന്നുള്ളത്. സോ ഇപ്പോഴും ഞാൻ പറയുന്നത് അത് എഡിറ്റഡ് ആണ്. ചിലപ്പോ ഒരു അന്തവും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇപ്പൊ ലൈവ് ആണെങ്കിൽ പോലും എഡിറ്റഡ് ആണ്. സോ പ്രേക്ഷകർ ഇത് കണ്ടാൽ മതി എന്ന് അവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരം അവിടെയുള്ള ഇപ്പൊ റേറ്റിംഗിന് വേണ്ടിയിട്ടാണെങ്കിലും കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത്തരം ചെയ്യുന്നത് എവിടേക്കും സീസൺ 6 എത്തുമ്പോൾ കുറെ കൂടിയും ഇതിന് പ്രതിഷേധം വരാനുള്ള ഒരു ലെവലിലോട്ട് കൂടിയെന്ന് തോന്നുന്നുണ്ടോ? അതോ നിങ്ങളുടെ സീസണിലും അതുണ്ട്, അത് ആരും പ്രതികരിക്കാത്തത് കൊണ്ട് അങ്ങ് സൈലന്റ് ആയി പോയതാണോ? എന്താ തോന്നുന്നത്? അതായത് സീസൺ 5നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുൻ സീസണുകളെ അപേക്ഷിച്ച് സീസൺ 6 ഇത്തരം കാര്യങ്ങൾ ഒരു കണ്ടന്റിന് വേണ്ടി കണ്ടസ്റ്റൻസിനെ ഫോക്കസ് ചെയ്ത് ഇത്തരം എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷൻ പുറത്തേക്ക് വിടുന്നു. അവരെന്താണെന്നുള്ള ഒരു ഫുൾ വേർഷൻ കാണാതെ. ഇപ്പൊ ദൈവം പറയുന്നുണ്ട് നിങ്ങളുടെ സീസണിലും ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇത്രത്തോളം ഇത് ബാധിച്ചിരുന്നില്ല, പുറത്തൊരു ചർച്ചയായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഈ സീസണിൽ അത് കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതോ കഴിഞ്ഞ സീസണിൽ ആരും പ്രതികരിക്കാത്തതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയതാണോ? അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ സീസണിലും ഈ എഡിറ്റർ സംഭവം തന്നെയാണ് ഇവര് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു സീസൺ 4 വരെ ഏറ്റവും അല്ലെങ്കിൽ 3 വരെ ആണ് നമുക്ക് ഈവൻ ഈ ലൈവ് ഓപ്ഷൻ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം ലൈവ് ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ പരിപാടിക്ക് കാണുന്ന ഒരു ഇഷ്ടം വേറെ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് മെയിനായിട്ടും എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ഒരു കോംബോയും ഈ ഒരു ടോക്കും പുറത്തുനിന്നുള്ള ഈ ഒരു സംഭവം കൂടി കൂടി ആയിട്ടാണ് ഇത് ഇത്രയും അലമ്പായതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എഡിറ്റഡ് കഴിഞ്ഞോണെ എഡിറ്റഡ് ആയിട്ട് തന്നെ അവർ കൊടുത്തു വിടുന്നത്. കഴിഞ്ഞോണയും പ്രതികരിച്ചിരുന്നല്ലോ ആവശ്യത്തിന്. ശരിക്കും ഈ ബിബിയിൽ നിൽക്കുന്നതും ഈ പുറത്ത് നിൽക്കുന്നതും ഇപ്പൊ അതിനകത്ത് നമ്മൾ എങ്ങനെ നമ്മളെ കാണുന്നു, സൊസൈറ്റി നമ്മളെ കാണുന്നു, എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ് അല്ലെ. ഈ പുറത്ത് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് പ്രൊഫൈല് അല്ലെങ്കിൽ ആ ഇഷ്ടവും ഇഷ്ടക്കേടുകളും പുറത്തു വന്നാലുണ്ടോ അല്ലെ. ഇത് എവിടേക്ക് പുറത്തിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ബി പി കണ്ടസ്റ്റൻസിനെ വേട്ടയാടുന്നുണ്ട്. അതിൽ നെഗറ്റീവ് ആയിട്ടാണ് കൂടുതൽ ബാധിക്കുന്നത്. എന്താണ് ഈ ഇഷ്ടവും ഇഷ്ടക്കേടും എങ്ങനെയാണ് തുടരുന്നത്, എങ്ങനെയാ അന്ന് തോന്നിയിട്ടുണ്ടോ? സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്നെ എക്സ്പെക്ട് ചെയ്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ കാര്യം അവൻ കാറിലിരുന്ന് ഘോരം സംസാരിച്ചു. പക്ഷെ എൻ്റെ അകത്ത് സായി ആയിട്ട് കയറി, ഒരു പാവം മനുഷ്യനായിട്ട് കയറി. അപ്പൊ ആൾക്കാർ ചിന്തിച്ചിരുന്നത് ചെന്ന് കയറി കൊടുത്തതാണ് അവൻ ഇങ്ങനെ തന്നെയാണ്. പുറത്ത് എൻ്റെ അടുത്തും ഭയങ്കര സംഭവമായിട്ട് ഞാൻ മറ്റേ കാട് കുലുക്കുന്നൊക്കെ പറഞ്ഞു പോയതാ. അങ്ങനെ തന്നെ പറഞ്ഞു പോയതാണ്. ഞാൻ ജിൻഡോനെ ഫോക്കസ് ചെയ്യും, ജാസ്മിനെ ഫോക്കസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ പറയുകയും ചെയ്ത് അവിടെ പോയിട്ട് നനഞ്ഞ പടക്കം പോലെ അവർ നീ കളിച്ചു വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ജാസ്മിനോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. ആ പേര് അവൻ നശിപ്പിച്ചു, സീക്രട്ട് ഏജന്റ് എന്നുള്ളത്. അപ്പോ ആസ് എ പേഴ്സൺ അയാൾ അങ്ങനെയാണ്, ആള് പാവാണ്. ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ ആ സ്റ്റാർട്ട് ക്യാമറ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന അയാളായിരിക്കുമല്ലോ ശരിക്കുള്ള മനുഷ്യൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണ് റിയാക്ഷൻ കൂടുതലാണെന്ന് ആൾക്കാർ ചിന്തിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വന്നാലേ ഞാൻ അങ്ങോട്ട് വെക്കിട്ട് വരുള്ളൂ. അറ്റ് ദ സെയിം ടൈം അതിന്റെ ഉള്ളില് തൊട്ടനും പിടിച്ചനൊക്കെ വഴക്കുണ്ടാക്കണം. ഈ സാഹചര്യം മനുഷ്യനെ നന്നാക്കും ചെയ്യും ചീത്തയാക്കും ചെയ്യുന്ന പറഞ്ഞ പോലെ അവനവന്റെ ഉള്ളിൽ ഒരു പാവം ഉണ്ടെന്ന് പറയുന്നു അല്ലെ. ഈ സായി അവിടെ ചെന്ന് കിട്ടുന്ന ഈ പ്രഷറും അല്ലെങ്കിൽ പുറമെന്ന് കണ്ടല്ല ശരിക്കും ഗാലറിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല കളത്തിൽ ഇറങ്ങുമ്പോ എന്ന് പറഞ്ഞ പോലെ പല കണ്ടസ്റ്റൻസും പറഞ്ഞാണ്. പ്രത്യേകിച്ച് റോബിൻ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഇറങ്ങി തിരിച്ചതില് അവനവന്റെ ഉള്ളിലെ മനുഷ്യനും നന്മയും പുറത്തു വന്നിട്ട് മാറിപ്പോയതാണെന്നാണോ തോന്നുന്നത്? മൊത്തത്തിൽ അവന് കിളിപോയ അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ പോയപ്പോഴാണ് അവൻ പറയുന്നത് ഞാനൊരു മനുഷ്യനായി എന്നുള്ളത്. പക്ഷെ സായി നമ്മുടെ സീക്രട്ട് ഏജന്റ്, കാറിലിരുന്ന് സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റ് ആണ്. അതാണ് അവന്റെ ഒരു ക്യാരക്ടർ ലൈൻ എന്നുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഇഷ്ടംപോലെ ഉണ്ടാക്കാം. ഇപ്പൊ ജിൻഡോനെയും ജാസ്മിനെയാണ് ഫോക്കസ് ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ പോലും ഒരു ടിഷ്യൂ നിലത്ത് കിടന്ന കാര്യത്തിന് വേണമെങ്കിലും ഉണ്ടാക്കാം. കാരണം അങ്ങനെ ചെയ്താലേ നമുക്ക് നമ്മളെ ആൾക്കാർ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇതിലിരിക്കാൻ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ക്യാമറ ഫുൾ എന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യാം. മിണ്ടാണ്ടിരുന്ന താങ്കളെ കുറച്ചു നേരം കാണിക്കും. ഇവിടെ ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ താങ്കൾ മിണ്ടാതിരിക്കുന്നു. അപ്പൊ പുറത്തെ ആൾക്കാർ എന്തായിരിക്കും, ദൈവം ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന റോഹൻ അടുത്ത് പഴം വിഴിഞ്ഞ മാതിരി ഇരിക്കുന്നു.
അങ്ങനെ ഒരു ഔട്ട് വരും. പക്ഷെ എനിക്കിപ്പോ സായി മനസ്സിലായത് അയാൾ അങ്ങനെയാണ്, അയാൾ ഭയങ്കര സൈലന്റ് ആണ്, അയാൾ അങ്ങനെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ. എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അവിടെ പോയിട്ട് വല്ല തലക്കിട്ടടിച്ച് തല പൊട്ടിച്ച് എന്നെ പുറത്താക്കുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു പറഞ്ഞോണ്ട് പോയത്. വന്നിട്ട് വേണം ചോദിക്കാൻ എവിടെയാണ് തല ആരുടെ തലയെ പൊട്ടിയത്, അതോ നിന്റെ മീശ മാത്രമേ പോയുള്ളൂ എന്ന് എനിക്ക് ഈ ചോദ്യം ലാലേട്ടൻ ആവർത്തിച്ചിട്ടാണ് അന്ന് റോക്കവായി ഇടിച്ചിട്ട് അങ്ങ് പോയത്. അല്ല ഇത് സത്യം അങ്ങനെ പറഞ്ഞിട്ട് പോയി. ചേച്ചി എനിക്ക് ഞാനേ പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ കൈ കിടണൊക്കെ എടുത്ത് അടിക്കും, ആ ഒരു പേടി മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു പോയതാ. ഇനി അതിന്റെ ഉള്ളത്തെ വൈബ് അവനെ അങ്ങനെ ആക്കി എടുത്താണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ആള് ഭയങ്കര പാവമായിട്ട് പോയി.